പ്രാരംഭ ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ നമുക്ക് ഇടയായിരുന്നത്. വിശേഷിച്ച് അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടുള്ള വിഷയം എന്നുള്ളത് the indwelling of the Spirit of God in every child of God. എല്ലാ ദൈവ പൈതലിലും ഉള്ളതാകുന്ന ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന ശുശ്രൂഷകളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ആരംഭിച്ചത്. പ്രാരംഭമാകുന്ന ചില വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളിൽ ചിന്തിച്ചു. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ശുശ്രൂഷകൾ, ഒന്ന്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചു, നമുക്ക് ആ ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, നേരെ മറിച്ച് ന്യായപ്രമാണത്തിൻ്റെ നീതിയെ നിവർത്തിപ്പാൻ, അല്ലെ മറ്റു വാക്കിൽ പറഞ്ഞാൽ വിജയകരമാകുന്ന വേർപെട്ട, ദൈവത്തിന് വേർപെട്ട വിശുദ്ധമാകുന്ന ഒരു ജീവിതം നയിപ്പാനും കൃപ നൽകുന്നത്, ശക്തി നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. അതേ തുടർന്ന് അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. ആ വേദഭാഗത്ത് പ്രധാനമായിട്ട് 2 കാറ്റഗറിയിലുള്ള വ്യക്തി ജീവിതങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഒന്ന്, those who are in the spirit and those who are in the flesh. ആത്മസ്വഭാവമുള്ളവർ, പിന്നെ ജഡ സ്വഭാവം ഉള്ളവർ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറയുകയുണ്ടായി, പ്രധാനപ്പെട്ട ആ വേർതിരിവ് രക്ഷിക്കപ്പെട്ടവരും അല്ലാത്തവരും എന്നുള്ളതാണെങ്കിൽ കൂടെയും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രത്യേകിച്ച് ചിന്തിച്ചു, ശേഷം മനുഷ്യരെ പോലെ ജീവിപ്പാൻ ദൈവജനത്തിന് കഴിയും. ആ സാധ്യത ദൈവവചനം എപ്പോഴും മുന്നിൽ കാണുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മാത്രമല്ല, അങ്ങനെയുള്ള 2 കാറ്റഗറികളിൽ അല്ലെങ്കിൽ 2 നിലകളിൽപ്പെട്ടവരുടെ 2 വിധത്തിലുള്ള മൈൻഡ് സെറ്റ്, അവരുടെ മനോഭാവം എന്താണ് നമ്മൾ കണ്ടു. ഒന്ന്, ആത്മാവിനുള്ളത് ചിന്തിക്കുന്നവർ. മറ്റൊന്ന്, ജഡത്തിനുള്ളത് ചിന്തിക്കുന്നത്. How to gratify the desires of flesh. അത് മാത്രമല്ല, നമ്മൾ തുടർന്ന് ചിന്തിച്ചു, ഇതിന്റെ പരിണിത ഫലമായിട്ടുണ്ടാകുന്ന 2 കാര്യങ്ങൾ, 2 പരിണിത ഫലങ്ങളുണ്ട്. ഒന്ന് മരണം, മറ്റൊന്ന് ജീവൻ. ഈ 2 കാര്യങ്ങൾ. അപ്പോൾ what is our attitude and how do we live now, here and now? That determines our destiny. നമ്മുടെ ഭാവി എന്താകുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ മനോഭാവവും ഇപ്പോൾ നമ്മൾ എന്തിനനുസൃതമായി ജീവിക്കുന്നു എന്നതിനെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. ഇത് ചുരുക്കമായിട്ട് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. തുടർന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് അതിന്റെ 9 മുതൽ 13 വരെയുള്ളതാകുന്ന വേദഭാഗങ്ങളാണ്. ഈ വേദഭാഗം ഞാൻ ഓർമ്മിച്ചല്ലോ നേരത്തെ തന്നെ, അതിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന ശുശ്രൂഷകളെ കുറിച്ച്. അതുകൊണ്ട് ഈ വേദഭാഗം വീണ്ടും ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത്. എന്നാൽ ആ ഭാഗം ചിന്തിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ തന്നെ താല്പര്യപ്പെടുന്നു. അതിന്റെ 9 മുതൽ 13 വരെയുള്ളതാകുന്ന വേദഭാഗം ദയവായിട്ട് ചിന്തിക്കാം, വായിക്കാം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിച്ചതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും.
ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഈ തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് തുടരാം. കഴിഞ്ഞ വാക്യങ്ങൾ വരെ പൗലോസ് ഒരു തേർഡ് പേഴ്സണിൽ ആത്മസ്വഭാവമുള്ളവർ, ജഡസ്വഭാവമുള്ളവർ എന്ന നിലയിൽ സംസാരിച്ചുവെങ്കിൽ ഈ 9-ാമത്തെ വാക്യം മുതൽ he applies the truth that he has been expounding thus far. അതുവരെ പറഞ്ഞതാകുന്ന ആ സത്യം വ്യക്തിപരമായി ഡയറക്ട്ലി നേരിട്ട് തന്റെ ആ ലേഖനം വായിക്കുന്നവരോട് അഡ്രസ് ചെയ്താണ് ഇവിടെ പൗലോസ് സംസാരിക്കുന്നത്. ഈ വേദഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാരംഭമായിട്ട് ആ 9-ാമത്തെ വാക്യം നമുക്കൊന്ന് ഫോക്കസ് ചെയ്തിട്ട് മുൻപോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുകയും. പൗലോസ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. ഈ വേദഭാഗം നമ്മൾ വളരെ കൃത്യതയോടെ മനസ്സിലാക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഉള്ളതാകുന്ന പ്രാധാന്യമുള്ള ഒരു ചിന്ത അവിടെയുണ്ട്. ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് കാഷ്വലി അങ്ങ് വായിച്ചു നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ള ഒരു കൂട്ടം വിശ്വാസികളും പിന്നെ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒരു കൂട്ടം വിശ്വാസികളും. അങ്ങനെ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്താണ് നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ, ഇഫ് എന്നുള്ളതാകുന്ന ക്ലോസ് ഉപയോഗിച്ച് പൗലോസ് പറയുവാൻ ആഗ്രഹിക്കുന്നു. ദയവായിട്ട് എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം ആ പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞിട്ട് അതിന്റെ മറ്റു വിഷയങ്ങളിലേക്ക് നമ്മൾ പോകാൻ പോകുകയും. ഇവിടെ ഇഫ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നു വരികിൽ എന്നതിനാൽ വീണ്ടും ജനിച്ച, യഥാർത്ഥമായും വീണ്ടും ജനനം അനുഭവം പ്രാപിച്ച ഒരു ദൈവ പൈതലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ല, അല്ലെങ്കിൽ മറ്റു ചിലരിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട് എന്ന അർത്ഥത്തിലല്ല, നേരെ മറിച്ച് എങ്കിൽ എന്ന പദപ്രയോഗത്താൽ അതിന്റെ ഫലമായി ഉണ്ടാകാൻ പോകുന്ന കാര്യത്തെ സൂചിപ്പിച്ചാണ് എങ്കിൽ എന്ന പദം പൗലോസ് ഉപയോഗിച്ചേക്കുന്നത്. ഞാനത് വ്യക്തമാക്കാം, എനിക്കറിയാം, അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി. ഉദാഹരണത്തിന് നമ്മള് പുസ്തകം കൊണ്ട് തന്നെയാണല്ലോ വ്യാഖ്യാനിക്കേണ്ടത്. അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ, നോക്കണം, പൗലോസ് തന്നെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറയുകയാണ്. നാം ദൈവത്തിന്റെ നാം ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയും. എന്നിട്ട് പറയാം, നാം മക്കൾ എങ്കിലോ. അവിടെ നാം മക്കൾ എങ്കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മക്കൾ ആണോ അല്ലയോ എന്ന സംശയമല്ല പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ മക്കളാണെങ്കിൽ നമ്മൾ എന്താണ്? When he uses that if clause, he is referring or he is pointing to the
എന്നുള്ള സംശയമല്ല ഒരു വിഷയം. പിന്നെ നമ്മൾ മക്കളായതുകൊണ്ട് നമ്മൾ ആരാ? നമ്മൾ അവകാശികൾ. അതുപോലെ തന്നെ if the Spirit of God dwells in you, നമ്മളത് മനസ്സിലാക്കണം. While we were in Adam, ആദാമിൽ നമ്മൾ ആയിരുന്നപ്പോ, അല്ലെങ്കിൽ നമ്മുടെ പഴയ പാപപ്രകൃതത്തിൽ നമ്മളായിരുന്നു, അതിന്നും നമ്മിലുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ജയകരമാകുന്ന ഒരു ജീവിതം നമുക്ക് നയിപ്പാൻ കഴിയുകയില്ല എന്നുള്ളത് പൗലോസ് 7-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് തെളിയിച്ചു. ആ 7-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ട് താൻ പറയുന്നത്, he is talking about the indwelling sin. ശ്രദ്ധിക്കാം, 17-ാം വാക്യവും 20-ാം വാക്യവും എടുത്ത് വായിക്കണം. 7-ാം അധ്യായം 17-ാം വാക്യവും 20-ാം വാക്യത്തിലും he is talking about the indwelling sin, and because of the indwelling sin in us, we could not attain the righteous requirements of the law. ആ വിഷയം പൗലോസ് പറഞ്ഞു. എന്നാൽ 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പാപപ്രകൃതം, ആദാമിൽ നിന്ന് നമുക്ക് ലഭിച്ച പാപപ്രകൃതം നമ്മിലുണ്ട് എങ്കിൽ കൂടെയും ആ പാപപ്രകൃതത്തിന്മേൽ ജയകരമായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം ആദ്യമേ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് മുൻപോട്ട് പോകുന്നത് അത്യാവശ്യം. യേശു കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14:17 അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊപ്പം വസിക്കും, പിന്നെ നിങ്ങളിൽ ഇരിക്കും. ഇത് കർത്താവ് പറഞ്ഞ വാഗ്ദാനം. അതനുസരിച്ച് യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ദേഹമെന്ന് പറയുന്നത് ആരുടെ മന്ദിരമാണെന്ന് പൗലോസ് പറയുന്നത്? 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങൾ എന്നും. നിങ്ങൾ താങ്കൾക്ക് ഉള്ളവരല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകും. പ്രിയമുള്ളവരെ, അപ്പോൾ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിൽ there is an indwelling presence of the Holy Spirit. കാരണം പരിശുദ്ധാത്മാവിലല്ലാതെ യേശു ദൈവപുത്രൻ എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. So there is an indwelling of the Spirit of God. But അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആ ഭാഗം ബാലൻസ് ചെയ്യത്തില്ല. അതുകൊണ്ട് അതുകൂടെ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോയി. എന്നാൽ there is the real experience of being baptized in the Spirit, and there is the richer and fuller experience of being filled with the Spirit, and there is also the experience of being anointed by the Spirit for specific ministries. എല്ലാവരിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ജനിച്ച് എല്ലാവരിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹീതമാകുന്ന, വളരെ സമർത്ഥമാകുന്ന, വളരെയധികം നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ജീവിതത്തിനും മാറ്റം വരുത്തുന്ന, അനുഗ്രഹീതമാകുന്ന, ആഴമാകുന്ന ആത്മനിറവിന്റെയും ആത്മസ്നാനത്തിന്റെയും പ്രത്യേക ശുശ്രൂഷകൾക്കായിട്ടുള്ള ആത്മ അഭിഷേകത്തിന്റെയും വലിയ പ്രിവിലേജ്
ദൈവമക്കൾക്കുണ്ട്. അത് നാം നിശ്ചയമായും ദൈവസന്നിധാനത്തിൽ കാത്തിരിക്കുകയും ദൈവത്തിന്റെ കൃപയ്ക്കായി നമ്മെ തന്നെ വിധേയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവം ആ അനുഭവങ്ങളിലേക്ക് ദൈവമക്കളെ നടത്തും എന്നുള്ളതും ദൈവവചനത്തിന്റെ ഉപദേശം. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കി മുൻപോട്ട് പോകുക എന്ന് പറഞ്ഞാൽ there is no species in the family of God who doesn't have the Spirit of God. അതാണ് ഞാൻ പറയാൻ വന്നത്. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ എന്താണ് അതിന്റെ താഴോട്ട് നമ്മൾ വായിച്ചു പോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ അവൻ ആ ആൾക്കുള്ളവനല്ല എന്ന് പറഞ്ഞാൽ he is not a truly born again believer. In other words, the authentic or the hallmark of an authentic believer is the very presence and indwelling of the Holy Spirit. ശരിയായിട്ടും വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ വാസം ചെയ്യുന്നു എന്നാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഇല്ലെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ അല്ല. ഈ കാര്യം നമ്മൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കണം. നമുക്ക് മുൻപോട്ട് പോകാം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, താഴോട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്നും ക്രിസ്തുവിന്റെ ആത്മാവെന്നും ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറയുന്നുണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ പിന്നെ പറയുന്നു, അതായത് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ഇൻ അതർ വേർഡ്സ് ദൈവത്തിന്റെ ആത്മാവുണ്ടെന്ന് പറയുന്നതും ക്രിസ്തു ഉണ്ടെന്ന് പറയുന്നതും ദൈവം നമ്മിൽ വസിക്കുക എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് വൺ ആൻഡ് ദ സെയിം എക്സ്പീരിയൻസ്. ദ ഹോളി ട്രിനിറ്റി, പരിശുദ്ധ തൃത്വം എന്ന് പറയുന്നത് അവരുടെ എസൻസിൽ ഒന്നാണ് എങ്കിലും they are distinct in their personalities. അത് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലും ഇവിടെ പൗലോസ് അവിടെ സിനോണിമസ് ആയിട്ട് ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ട് എന്ന് വരികിൽ ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങളാൽ ആത്മസാന്നിധ്യത്തെ കുറിച്ച്, ദൈവ പൈതലിൽ ഉള്ള ആത്മസാന്നിധ്യത്തെ കുറിച്ച് താൻ പറയുന്നു. ആകട്ടെ, നമുക്ക് അതിൽ കൂടുതൽ അവിടെ ഇപ്പോൾ നിൽക്കുവാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോവുക. നമ്മുടെ ആ ടെക്സ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുക. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ദൈവം, ക്രിസ്തു, ആ ത്രിയേക ദൈവം, the Holy Trinity, കർത്താവ് വാഗ്ദത്തം ചെയ്തതാ, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനിൽ എന്ത് ചെയ്യും? വസിക്കുമെന്ന് പറഞ്ഞു. So when the Holy Trinity, or in other words, when we have the indwelling presence of the Holy Spirit, let me make it clear. Everybody has the indwelling spirit, but there are degrees to the infilling of the Spirit. There is the mighty outpouring of the Spirit. All those experiences are there for every child of God. എല്ലാ ദൈവവൈതലിനും ഉള്ള ദൈവം വെച്ചിരിക്കുന്ന അനുഭവം. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഉപദേശം അല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് ആ ഭാഗത്തേക്ക് മടങ്ങി വരാം. അവിടെ രണ്ട് പ്രധാനപ്പെട്ട പരിണിത ഫലങ്ങൾ ആത്മാവുള്ളിൽ വസിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നു എന്ന് പൗലോസ് പറയുന്നു. അതാണ് അടുത്ത വാക്യങ്ങളിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് തുടർന്ന് നമ്മൾ സാവകാശം ചിന്തിക്കാനായിട്ട് പോകുന്നത്. There are at least 2 major consequences or at least 2 fruits of the Spirit as a result of the indwelling of the Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നതിനാൽ പ്രധാനപ്പെട്ട 2 പരിണിത ഫലങ്ങൾ ഇവിടെ. ഒന്നാമതായിട്ട് പൗലോസ് അതിന്റെ 10-11 വാക്യങ്ങൾ
describes it in terms of life. പൗലോസ് 10-11 വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയ ജീവനെ കുറിച്ചാണ് പറയുന്നത്. 10-11 വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടത്, ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ജീവൻ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മധ്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. സോ ഒന്നാമതായിട്ട് പൗലോസ് പറയുവാൻ ആഗ്രഹിക്കുന്നത്, as a result of the indwelling of the Spirit of God, there is life in every believer. ദൈവാത്മാവ് വസിച്ചാൽ എന്തോ സംഭവിക്കും? ജീവനുണ്ടാകും. ജീവൻ. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ജീവന്റെ ആത്മാവെന്നാണ് 2-ാമത്തെ വാക്യത്തിൽ തന്നെ വിശേഷിപ്പിച്ചേക്കുന്നത്. The spirit of life. രണ്ടാമത് നമ്മൾ ആ രണ്ട് കാര്യങ്ങളും വിശദമായിട്ട് ചിന്തിക്കാൻ പോവുകയാണ്. രണ്ടാമതായിട്ട് അതിന്റെ 12-13 വാക്യങ്ങളിൽ as a result of the indwelling presence of the Spirit of God, Paul describes that result in terms of a debt or an obligation. ഇവിടെ രണ്ടാമത്തെ ഫലമായിട്ട് പൗലോസ് പറയുന്നത്, അതിനെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്, നാം കടക്കാരാകുന്നു. നമുക്കൊരു കടം. ഒന്നാമത്തെ ഫലം ജീവൻ, രണ്ടാമത്തെ ഫലം നാം കടക്കാരാകും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ വളരെ പ്രാധാന്യമുള്ള ഉപദേശമാണ്. ഒരുപക്ഷെ വളരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും നമുക്ക് തുടരാം. സ്തോത്രം. ഇവിടെ ഈ 10-11 വാക്യങ്ങളിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, Paul begins with an if clause, എങ്കിൽ എന്ന് പറഞ്ഞ് അതിന്റെ ഫലത്തെ കുറിച്ചാണ് താൻ പറയുന്നത് എന്നുള്ള കാര്യം അത് ആദ്യമേ തന്നെ നാം പറയുകയുണ്ടായല്ലോ. ഈ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത് ഇതാണ്, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാണ്. ഒന്ന് പൗലോസ് പറയുകയാണ്, ശരീരം മരിക്കേണ്ടതാണ്. എന്നാൽ ശരീരം മരിക്കേണ്ടതാണെങ്കിലും ആത്മാവിൽ എന്തോ ഉണ്ട്? ജീവൻ. അപ്പൊ ജീവനെ കുറിച്ചും മരണത്തെ കുറിച്ചും പൗലോസ് പറയും. വളരെ പ്രസിദ്ധനാകുന്ന ഡോക്ടർ മാർട്ടിൻ ലോയിഡ് ജോൺസ് എന്ന് പറയുന്ന ആ കർത്താവിന്റെ ഭൃത്യൻ, അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടർ, അതേസമയം തന്നെ അദ്ദേഹം ഒരു അനുഗ്രഹീത പാസ്റ്ററായി. അദ്ദേഹത്തിന്റെ ഒരു ചില സെന്റൻസ് ഞാൻ വായിച്ചത് ഞാൻ ഇവിടെ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയാ പറയുന്നത്, the moment we enter into this world and begin to live, we also begin to die. Your first breath is one of the last you will ever take. The principle of decay leading to death is in every one of us. അദ്ദേഹം പറയുന്നത്, നമ്മൾ ഈ ലോകത്തിലേക്ക് ജനിച്ച് വീഴുമ്പോൾ തന്നെ മരണവും തുടങ്ങുകയാണ്. ആദ്യം എടുക്കുന്ന ശ്വാസം അവസാനം എടുക്കുന്ന ശ്വാസത്തിൽ ആദ്യത്തേത്. ജനിച്ചു വീഴുമ്പോൾ തന്നെ ഈ മധ്യ ശരീരത്തിൽ എന്തോ ഉണ്ട്? ആ മരണം വ്യാപിച്ചുകൊണ്ടിരിക്കും. പൗലോസ് ശ്ലീഹ ഈ കാര്യത്തെ കുറിച്ച് പറയുന്നു, കൂടാരമായ നമ്മുടെ ഭൗമ ശരീരം
കഴിഞ്ഞു പോകുന്നതിനെ കുറിച്ചും പിന്നെ ഈ മർത്യ ശരീരം ഒക്കെ ശരീരത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്നതല്ല മർത്യമായതെന്നൊക്കെ പറഞ്ഞു. എങ്കിലും ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താ? ആത്മാവ് നീതി നിമിത്തം ജീവിക്കേണ്ടതാണ്. അപ്പോൾ ജീവനെ കുറിച്ചും മരണത്തെ കുറിച്ച് പറയും. എന്താണ് ഈ മരണവും ജീവനും നമ്മിൽ ഉളവാക്കിയത്? നമ്മൾ മരണം ഉളവാക്കിയത് എന്താണെന്ന് പൗലോസ് പറയുന്നു. എന്താ മരണം ഉളവാക്കിയത്? ശരീരം പാപം നിമിത്തം എന്താകുന്നു? മരിക്കേണ്ടിയിരിക്കും. നാം ദൈവത്തിന്റെ വചനത്തിൽ അതിനെക്കുറിച്ച് വിശേഷിച്ച് റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ ആദാമിൽ എല്ലാവരും മരിക്കുന്നതും ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുന്നതിനെ കുറിച്ചും പൗലോസ് പറയും. മാത്രമല്ല ഈ വേദഭാഗം നമ്മൾ അതിന്റെ പാരലലായിട്ട് ക്രിസ്തുവിൽ ആദാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 3:19 നമ്മൾ വായിക്കുന്നത് നീ പൊടിയിലേക്ക് തിരികെ ചെയ്യും. അപ്പൊ പാപം നിമിത്തം നമ്മുടെ ഈ ശരീരം എന്തായി തീർന്നു? മർത്യമായി തീർന്നു. എങ്കിലും ഈ ശരീരം മരണത്തിന് അധീനമാണെങ്കിലും ഈ ശരീരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ നീതി നിമിത്തം നമ്മളെ ആരാക്കി? ജീവനുള്ളവരാക്കി. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മളെ എന്ത് ചെയ്തു? ജീവിപ്പിച്ചു. അപ്പോൾ because the Spirit of God is in a believer, although his mortal frame is going to decay, it's going to die, and yet his spirit is quickened, his spirit is alive. കർത്താവിന്റെ നീതി നിമിത്തം നാം ജീവനുള്ളവരായി തീർന്നു. അപ്പൊ ജീവനെ കുറിച്ചും മരണത്തെ കുറിച്ചും പൗലോസോട് പറയുന്നു. എങ്കിലും ഈ ശരീരം മർത്യ ശരീരമാണെങ്കിലും ആത്യന്തികമായിട്ട് ഈ ശരീരത്തിന് ഒരു ഉദ്ധാരണം ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് 23-ാമത്തെ വാക്യത്തിൽ 8:23 നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വത്തിനായി കാത്തുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? ഉള്ളിൽ ഞരങ്ങുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മർത്യമാണെങ്കിലും ആത്യന്തികമായിട്ട് നമ്മുടെ ശരീരത്തിന് ദൈവം നിയമിച്ചിരിക്കുന്നത് ജീവൻ, ഉയർന്നു. കാരണം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നോക്കുക, അപ്പോൾ പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജീവന്റെ ആത്മാവെന്ന് മാത്രമല്ല, പിന്നെ അവിടുന്ന് ഉയർപ്പിന്റെയും ആത്മാവ്, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. അപ്പോൾ ഇന്ന് നമ്മിൽ നമ്മുടെ ആത്മാവ് നീതി നിമിത്തം ജീവിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന ശുശ്രൂഷ. എന്നാൽ അത് മാത്രമല്ല, നമ്മുടെ മർത്യ ശരീരങ്ങളെ, നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. അത് നമ്മുടെ ശരീരത്തിന് ഒരുക്കിയിരിക്കും. എന്റെ പ്രിയരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മർത്യ ശരീരത്തിൽ വാഴുന്നത് നിമിത്തം നമുക്കുണ്ടാകുന്ന അനുഗ്രഹം എത്ര വലുതാണ്. ഒന്ന്, നമ്മുടെ ആത്മാവിൽ നമുക്ക് ഇപ്പൊ ജീവനുണ്ട്. രണ്ട്, ഈ മർത്യ ശരീരവും ഉയർപ്പിക്കപ്പെടാൻ പോവുകയാണ്. ഇത് നമ്മൾ കാത്തിരിക്കുകയാണ്. ആ കാര്യം ദൈവവചന പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെ അതിന്റെ ഉറപ്പെന്നുള്ളത് കർത്താവിന്റെ
ഉറപ്പിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് അതിന്റെ ഉറപ്പും അതിന്റെ മാതൃക എന്താണെന്നും അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ ഉയർപ്പാണ് അതിന്റെ മാതൃകയായിട്ടും അതിന്റെ ഉറപ്പായിട്ടും ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ മുൻപോട്ട് പോകട്ടെ. അങ്ങനെ നമ്മുടെ ശരീരം ഒരു ദിവസം ഉയർക്കപ്പെടും. ഈ മർത്യ ശരീരം ഇപ്പൊ നമ്മുടെ ആത്മാവിൽ നമ്മൾ ജീവൻ അനുഭവിക്കുന്നു. എന്നാൽ രണ്ടാമത് ഉള്ളതാകുന്ന ഒരു ഫലം, അതിനെ കുറിച്ച് നമ്മൾ അല്പം വിശദമായി ചിന്തിക്കണം. അത് പറഞ്ഞ് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കും. രണ്ടാമതായിട്ടുള്ള ഫലം എന്തുവാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നതിനാൽ. 12ാമത്തെ വാക്യം ഒന്ന് വായിക്കും. സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. രണ്ടാമത്തെ വിഷയം പൗലോസ് പറയുന്നത്, ആദ്യം താൻ പറഞ്ഞു ജീവൻ, നമ്മുടെ ആത്മാവ് ജീവിക്കുന്നു. നമ്മുടെ ശരീരം പാപനിമിത്തം മരിക്കണമെങ്കിലും അവസാനമായിട്ട് അതും എന്ത് ചെയ്യും? ഉയർപ്പിക്കപ്പെടും, ജീവിക്കപ്പെടും. രണ്ടാമത്തെ ഫലം പൗലോസ് പറയാം, we have an obligation, അല്ലെങ്കിൽ നമുക്കൊരു കടമുണ്ട്. കടം എന്താണ്? ഇവിടെ കടമുണ്ടെന്ന് പൗലോസ് പറയുന്നത്. നമുക്ക് കടമുള്ളത് എന്തിനല്ല? ജഡത്തിനല്ല. നമ്മൾ എന്തായിരിക്കുന്നത്? കടക്കാരായിരിക്കുന്നത്. നമ്മുടെ ജഡ സ്വഭാവത്തിന്, നമ്മുടെ പാപ സ്വഭാവത്തിനല്ല നമ്മൾ കടക്കാരായിരിക്കുന്നത്. എന്തുകൊണ്ട്? ആത്മാവ് നമ്മിലുള്ളത് കൊണ്ട്. Because we have the Spirit. Holy life is a built-in process in every believer. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ട് എന്നത് തന്നെ that demands a victorious life. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്ന കാരണത്താൽ we have no other option but to live acceptably before God. ദൈവം മുൻപാകെ ദൈവത്തിന് വേർതിരിക്കപ്പെട്ട വിശുദ്ധമാകുന്ന ഒരു ജീവിതം നയിപ്പാൻ നമ്മൾ കടമ്പെട്ടിരിക്കുകയാണ്. Because we have the Spirit of God. നമ്മുടെ ജഡത്തെ അനുസരിച്ച് നടക്കാൻ ജഡത്തിനല്ല കടമ്പെട്ടിരിക്കുന്നത്. Rather, our obligation, our debt is unto the Spirit. ഈ ഭാഗം നമുക്ക് താഴോട്ട് വിശദമായിട്ട് പല വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ കടക്കാരൻ. അതുകൊണ്ട് നമ്മുടെ പാപ സ്വഭാവം പറയുന്നത് കേട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. അതിനല്ല നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. പിന്നെയോ ആത്മാവ് പറയുന്നത് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ജീവിക്കേണ്ടത്. കാരണം അതിന്റെ കാരണമായിട്ട് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ആത്മാവിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതം വാസ്തവത്തിൽ ചിലതിന് മരിച്ച ഒരു ജീവിതം. അങ്ങനെ മരിക്കുന്ന ജീവിതം വാസ്തവത്തിൽ ജീവനാണ്. എന്നാൽ ചിലതിന് നമ്മൾ കടപ്പെട്ട് ജീവിച്ചാൽ അത് മരണമാണ്. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. 13ാം വാക്യം നമ്മൾ അവിടെയാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ശ്രദ്ധിക്കാം. There is a life, there is a kind of life that leads to death, and also there is a kind of death that leads to life. 13ാം വാക്യം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ശ്രദ്ധിച്ചേ, ഒരു തരത്തിലുള്ള ജീവിതം മരണത്തിലേക്ക് നയിക്കുമ്പോൾ
മരണം ജീവനിലേക്ക് നയിക്കും. വളരെ ശ്രദ്ധിക്കണം. ലോകത്തിന്റെ സ്റ്റാൻഡേർഡിന് നേരെ വിരുദ്ധമാകുന്ന കാര്യം. ലോകം പറയുന്നതല്ല, ചൊവ്വയൊന്ന് ജീവിക്കണമെന്ന് പറയുന്നത് അല്ലേ? എന്നാൽ വേറെ പുസ്തകം പറയുന്നു, അങ്ങനെ ജീവിക്കാമെങ്കിൽ നീ എന്തോ പറ്റും, മരിക്കാൻ പോയി. എന്നാൽ നീ ശരിക്കും മരിക്കാമെന്നുണ്ടെങ്കിൽ ശരിക്ക് ജീവിക്കാം. ഈ ഒരു പ്രിൻസിപ്പിൾ വളരെ വ്യക്തതയോടെ ദൈവജനം മനസ്സിലാക്കണം. വിശുദ്ധ ജീവിതത്തിന് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകാരും തെറ്റിപ്പാൻ ഇടയാകരുത്. നമ്മൾ തുടർന്ന് ഈ മരിപ്പിക്കലിനെ കുറിച്ച് ചിന്തിക്കാൻ പോകും. മോർട്ടിഫിക്കേഷൻ. എന്നാ ഈ മോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം. അതുകൊണ്ട് ആ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ ജീവിക്കും. വളരെ ശ്രദ്ധിക്കണം. ജഡം എന്നും ശരീരമെന്നും വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള രണ്ട് വാക്കുകളുണ്ട്. ജഡമെന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ജഡമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് ചിന്തിച്ചത്, നമ്മുടെ ഒരു പാപപ്രകൃതം, അതാ ജഡം. എന്നാൽ ശരീരം എന്ന് പറയുന്നത് എന്തുവാ? ശരീരം എന്ന് പറയുന്നത് ഈ ശരീരം തന്നെയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ എന്നെ പൗലോസ് പറഞ്ഞു വെക്കുന്നേ, ചിലരൊക്കെ പറയുന്നത് പോലെ ആ അസെറ്റിക് പ്രാക്ടീസ് ഒക്കെയാണോ പൗലോസ് പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ, ഈ മോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തല്ല എന്ന് ഒന്ന് പറഞ്ഞിട്ട് എന്താണ് നമുക്ക് ചിന്തിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചിലര് നമ്മുടെ ഈ ശരീരത്തെ, ഈ ഫ്ലഷ് ആൻഡ് ബ്ലഡ് അല്ലെങ്കിൽ ഈ ഫ്ലഷും ബോണും ഉള്ള ഈ ശരീരത്തെ ചുമ്മാതെ അങ്ങ് ദണ്ഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന, അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ല സെൽഫ് മോർട്ടിഫിക്കേഷൻ. മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ ദണ്ഡിപ്പിക്കുകയല്ല. അപ്പൊ ഒരു വാക്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നു. വാസ്തവത്തിൽ അതാണ് മോർട്ടിഫിക്കേഷൻ. എന്താണ് ഞാൻ വിശദീകരിക്കും. ആദ്യമേ മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിന് ഉള്ളതാകുന്ന പ്രിയമുള്ള ആ ശരീരത്തെ ദണ്ഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ശരീരത്തിന്റെ നൈസർഗികമായ ആവശ്യങ്ങളെ ഹീനമായി കരുതുകയും മുഴുവനായിട്ട് അതിനെ അങ്ങ് പരിത്യജിക്കുകയും ചെയ്യുന്നതല്ല മരിപ്പിക്കുക. ഞാൻ വിശദീകരിക്കും. നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നതുമല്ല, ശരീരത്തിന്റെ ന്യായമായ ആവശ്യങ്ങളെ God given appetites അതിനെ കംപ്ലീറ്റ്ലി അങ്ങ് ത്യജിക്കുന്നതുമല്ല. എന്ത്? അതല്ല മരിപ്പിക്കുക. Of course, when somebody is specifically called even for a celibate life, do that. Nothing wrong in that. But I am not talking about that here. ദൈവം വെച്ചിരിക്കുന്ന ശാരീരിക ആവശ്യങ്ങൾ അത് ഹീനമാണെന്നോ അതിനെ പരിത്യജിക്കുന്നതോ അല്ലെങ്കിൽ ശരീരത്തെ അങ്ങ് ദണ്ഡിപ്പിക്കുന്നതോ അല്ല മരിപ്പിക്കുക എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് മരിപ്പിക്കുക?
വായിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഗലാത്യർ 5:24 പൗലോസ് എഴുതിയിരിക്കുന്നു, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ. അപ്പോൾ എന്താണ് തിന്മയെ പാപത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ ന്യായമായ ശാരീരിക ആവശ്യത്തെ പോലും ഉദാഹരണമായിട്ട് ഞാൻ പറയാം. നമുക്ക് ജീവിക്കുന്ന ഭക്ഷണ ആവശ്യം, അത്യാവശ്യത്തിന് ആ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷക ഗുണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ നമുക്കിഷ്ടമുള്ളത് എല്ലായ്പ്പോഴും സമയത്തും അസമയത്തും എപ്പോഴും ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നാൽ അതിന്റെ പേരാണ് ഗ്ലട്ടണി, അതിഭക്ഷണം. അതിഭക്ഷണം എന്താ? പാപം. നോക്കണം, ഭക്ഷണം ശരീരത്തിന് ആവശ്യമാണ്, പക്ഷെ ഈ അതിഭക്ഷണം എന്താ? അനാവശ്യം. അപ്പൊ ശരീരത്തിന്റെ ന്യായമായ ഒരാവശ്യം പോലും എന്താകാം? പാപമാകാം. ഉറക്കം നമുക്ക് ആവശ്യമാണ്, പക്ഷെ ഉറങ്ങേണ്ടത് എവിടെ? ഉറങ്ങേണ്ടതിന്റെ സമയമുണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉറങ്ങണം. അസമയത്ത് എല്ലാം 5 മിനിറ്റ് കിട്ടിയ ഉടനെ ഉറങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പേരാണ് സ്ലോത്ത്ഫുൾനെസ്. അത് പാപം. പ്രിയമുള്ളവരെ, നമ്മൾ അലർട്ടായിരിക്കേണ്ട സമയത്ത് ഒക്കെ ശരീരത്തിന്റെ ആവശ്യം, പക്ഷെ എന്തായിത്തീരുന്നു? അത് പാപമായിരുന്നു. അപ്പോൾ ഈ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒത്തിരി ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിന് ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. നമ്മുടെ ആത്മീയ പുരോഗതിക്ക് കർത്താവുമായിട്ടുള്ള ഊഷ്മളമാകുന്ന ആ ബന്ധത്തിന് എന്റെ ജീവിതത്തിൽ തടസ്സമാകുന്നത് എന്തെന്ന് ആർക്കറിയാം? എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യണം? മനഃപൂർവമായിട്ട് അതിനെ കണ്ടെത്തി അത് തിന്മയായി അത് തിരിച്ചറിഞ്ഞ് മനഃപൂർവമായി അതിനെ ത്യജിക്കുന്നതാണ് മരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് വാസ്തവത്തിൽ ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ പൗലോസ് യേശു കർത്താവ് പറഞ്ഞ ഒരു വാക്ക് തന്നെ അതിനെ ഒന്ന് എലാബറേറ്റ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. കാരണം യേശു പറഞ്ഞ ഒരു കാര്യം, ഒരുവൻ എന്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ അവൻ ചെയ്യേണ്ടത് അവൻ തന്നെത്താൻ ത്യജിച്ചിട്ട് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ നോക്കുക, ആ റോമൻ പശ്ചാത്തലത്തിൽ നമ്മൾ അത് ചിന്തിക്കണം. റോമാക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശ് എടുത്ത് അനുഗമിക്കാന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നത്? ചാകാൻ പോകുക. അപ്പൊ യേശു പറഞ്ഞു ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? മരിക്കാനായിട്ട് പോകുകയാണ്. നമ്മൾ സ്വയമായിട്ട് തെരഞ്ഞെടുത്തതാകുന്ന കാര്യം. പ്രിയമുള്ളവരെ, ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് നമ്മൾ മരിപ്പിക്കേണ്ടത്? ഇവിടെ വളരെ വ്യക്തമാണ്. ശരീരത്തിന്റെ പ്രവൃത്തി. ശരീരത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞു, അതിൽ തന്നെ അത് ന്യൂട്രൽ. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ നമ്മുടെ ജഡം ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ ആർക്കാ കടക്കാരായിരിക്കുന്നത്? നമ്മൾ ആത്മാവിനാ കടക്കാരായിരിക്കുന്നത്, ജഡത്തിനല്ല. അപ്പൊ ആത്മാവിന് നമ്മൾ കടക്കാരായിരിക്കുന്നു. ശരീരത്തിന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കണ്ണുകൾ, എന്റെ കാതുകൾ, എന്റെ കഴങ്ങൾ,
നടക്കേണ്ടത്. ഇനി എങ്ങനെയാണ്, നമ്മുടെ സമയം മുൻപോട്ട് പോകുന്നല്ലോ, ഞാൻ മുൻപോട്ട് പോകട്ടെ. എങ്ങനെയാണ് ഈ മരിപ്പിക്കൽ സംഭവിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ മരിപ്പിക്കൽ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, നമ്മുടെ ഡിസയറും ഡിസിഷനും ഡിറ്റർമിനേഷനും ഇതിനകത്ത് വലിയ പങ്ക് വഹിക്കുന്നു. നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, അത് പാസീവ്. എന്നാൽ ഇവിടെ ക്രിസ്തുവേശുവിനുള്ളവർ അവരാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുന്നു. നമ്മളാണ് എന്ത് ചെയ്യുന്നത്? ക്രൂശിക്കുന്നത്. എന്റെ നാവിന്മേൽ, എന്റെ കണ്ണിന്മേൽ, എന്റെ കൈകളിൽ, എന്റെ കാലുകളിന്മേൽ I have to decide first of all. ഞാൻ ഡിസൈഡ് ചെയ്യും. എന്നാൽ ഞാൻ ഡിസൈഡ് ചെയ്താലും എന്നെ കൊണ്ട് അത് കഴിയുകയെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ഇവിടെ നമുക്ക് ആശ്വാസം തരുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തിനാലാണ് നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ അവതരിപ്പിക്കുന്നത്? ആത്മാവിനാ. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മിൽ വസിക്കാനായിട്ട് ദൈവം വന്നപ്പോൾ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആത്മാവിനാ. നമ്മുടെ ഡിറ്റർമിനേഷൻ ആവശ്യം ഈ മരിപ്പിക്കൽ. എന്നാൽ അതേ സമയം തന്നെ ഇച്ഛിക്കായെന്നും പ്രവർത്തിക്കായെന്നും നിങ്ങളിൽ തിരുവുള്ള ഉണ്ടായിട്ട് ദൈവം പ്രവർത്തിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതിനകത്ത് നമ്മുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആവശ്യം. ഈ മരിപ്പിക്കൽ, ഉദാഹരണത്തിന് ഞാൻ പറയാം, ചില ദുശീലങ്ങൾക്കൊക്കെ അടിമകളാകുന്നത് അവര് തന്നെ ഇരുന്ന ഒരു കുഴപ്പമില്ല, തന്നെ ഇരുന്ന ഒരു പ്രശ്നമില്ല. സമയത്തിന് ജോലിക്ക് പോകുന്നു, നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്ന ഒരു പ്രശ്നമില്ല. എന്നാൽ പ്രശ്നം വരുന്നത് എവിടെയാണെന്നറിയോ? വഴി വെച്ച് ചിലരെ കാണും. അവരെ കണ്ടു കഴിയുമ്പോൾ പതുക്കെ എന്താവും? അങ്ങോട്ട് പോകും. അപ്പോൾ നാം ചെയ്യേണ്ടതാണ് അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ അതിനോട് നോ എന്ന് പറയാനായിട്ട് നാം ആക്റ്റീവായിട്ട് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എത്തി സഹായിക്കും. എന്നാൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന നാട്ടിൽ പറയാറുണ്ടല്ലോ, പൂച്ചയെ ഓടിക്കാൻ അതിനെ എന്തോ കൊണ്ട് തല്ലല്ലോ, ഉണക്കമീൻ കൊണ്ട് തല്ലിയാൽ എന്ന് പോകില്ല, പൂച്ച പോകില്ല. പ്രിയമുള്ളവരെ, അതൊന്ന് മനസ്സിലാക്കണം. See, we all know where we are vulnerable. നമ്മുടെ ദൈവമായിട്ടുള്ള ആ ബന്ധത്തിന് തടസ്സമാകുന്ന, ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് നമ്മെ അധീനരാക്കുന്ന പ്രവർത്തനങ്ങളോ ചിന്തകളോ അങ്ങനെയുള്ള ക്രിയകളോ എങ്ങനെയാ സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിനാലെ കഴിയുന്നുള്ളൂ. പക്ഷെങ്കിൽ ആത്മാവ് നമ്മളെ അങ്ങ് വന്ന് ബോധം കെടുത്തി പിടിച്ചു കെട്ടിക്കൊണ്ടൊന്നും പോകത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയും നോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിനാ കടംപെട്ടിരിക്കുന്നത് കൊണ്ട് ആത്മാവ് പറയുന്നത് കേൾക്കണം, ആ വഴിയെ നടക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ ജഗത്തിന് കടക്കാരായി. അതുകൊണ്ടാണ് റോമാലേഖനം അതിന്റെ 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. മോഹങ്ങൾ ജനിക്കുമാറ് ജനത്തിനായി ചിന്തിക്കരുത്. To be in this mortal frame is to be tempted. And therefore, do not put yourself in a place where you can easily be tempted. ഈ മധ്യ ശരീരത്തിലായിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഇതിനെപ്പോഴും ഒരു ഇൻക്ലൈനേഷൻ ഉണ്ട് പാപത്തിനോട്. അപ്പോൾ നാം ചെയ്യേണ്ട
അങ്ങനെയുള്ള അവസരങ്ങളെ മനഃപൂർവമായി ഒഴിവാക്കാൻ നാം പരിശ്രമിക്കുന്നുവെങ്കിൽ, നാം തന്നെ മോട്ടിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാനായി കഴിയും. ഈ കാര്യം തന്നെയാണ് യേശു പറഞ്ഞത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം ഗിരിപ്രഭാഷണം എന്ന് വിളിക്കുന്ന ആ വേദഭാഗം 5:29 മുതലുള്ള വാക്യങ്ങള് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ എന്താ പറയുമോ? മനസ്സിലാകുന്നുണ്ടോ എന്നാ പറയുന്നത്? പിന്നെ വായിച്ചേ. നിന്റെ ആദ്യം തൊട്ട് വായിച്ചേ. കണ്ണ് നിനക്ക് ഇടർച്ച. മുളത്തെ വാക്യം 5:21. എന്നാൽ ഫലങ്ങൾ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂടെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ അതിന്റെ അവയവങ്ങളിൽ ഒന്നും നശിക്കുന്നതിനേക്ക് പ്രയോജനമല്ല. ഫലങ്ങൾ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്നും നശിക്കുന്നതിനേക്ക് പ്രയോജനമല്ല. മതിയോ? അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല്, നാം പോകുന്ന ഇടമോ നാം സ്പർശിക്കുന്ന വസ്തുക്കളോ നാം കാണുന്ന കാഴ്ചകളോ നമ്മെ പ്രലോഭനത്തിലേക്കും പാപത്തിലേക്കും നയിക്കും എന്ന് നമുക്കറിയാമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? ഒന്ന്, അവിടെ പോകാതെ ഇരിക്കുക, കാല്. പിന്നെ അത് ചെയ്യാതെ ഇരിക്കുക, കൈ. പിന്നെ അങ്ങോട്ട് നോക്കാതെ ഇരിക്കുക, കണ്ണ്. ഇപ്പൊ കണ്ണ് ചൂന്നെടുത്ത് കളയുക, കാല് വെട്ടിക്കളയുക, കൈ വെട്ടിക്കളയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? മനഃപൂർവമായും നമ്മെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ശരീരത്തിന്റെ പ്രവൃത്തികളെ അത് ന്യൂട്രൽ, നമ്മൾ മുമ്പേ ചിന്തിച്ചു. എന്നാൽ അതിനെ പാപപ്രകൃതം അതിനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അല്ല, അതിനെ ഉപയോഗിക്കും. അതുകൊണ്ട് നെഗറ്റീവ്ലി നമ്മൾ ആ കാര്യം മനസ്സിലാക്കുന്നു. ഒന്ന്, ഈ വസ്തുതകൾ ഒഴിവാക്കുക. അപ്പൊ മരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം. എന്നാൽ അതിനൊരു പോസിറ്റീവ് സൈഡിലൂടെ അതുകൊണ്ട് പറഞ്ഞ് ബാലൻസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതിന്റെ പോസിറ്റീവ് സൈഡല്ലോ, ആത്മസ്വഭാവമുള്ളവൻ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. ഒന്ന്, നെഗറ്റീവായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു, ഇന്നതൊക്കെ ഒഴിവാക്കുക. എന്നാൽ നെഗറ്റീവ് മാത്രമല്ല കർത്താവിന്റെ വചനത്തിലുള്ളത്. പോസിറ്റീവായിട്ട് ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. കൊലോസ്യ ലേഖനം 3:1 മുതലുള്ളത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്ത എങ്ങനെയുള്ളതായിരിക്കണം? 3:1 പെട്ടെന്ന് വായിച്ചു. നോക്കുക, ഭൂമിയിലല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും. പിന്നെ നമുക്കറിയാവുന്ന ഫിലിപ്പിയ ലേഖനം 4:8 സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അത് ഒക്കെയും ചിന്തിച്ചുകൊണ്ടി. അപ്പോൾ ചിലതിനെ നമ്മൾ മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കുന്നു, മറ്റ് ചിലതിനെ മനഃപൂർവ്വമായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇനി എന്തുകൊണ്ടാണ് ഈ മരിപ്പിക്കൽ ഇത്ര പ്രാധാന്യം ഉള്ളത്? ഈ മരിപ്പിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതിന് വളരെ വ്യക്തമാകുന്ന പരിണിത ഫലം എന്താണെന്ന് വചനം പറയും. എന്താണ് അവിടെ നമ്മൾ വായിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മൾ ആ ഭാഗം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 12-ാം വാക്യത്തിൽ കണ്ടു നമ്മൾ ആത്മാവിന് കടക്കാരായിരിക്കുന്നു. എന്നാൽ രണ്ടാമത് ഈ മരിപ്പിക്കലിൽ കൂടെ മാത്രമേ വാസ്തവമാകുന്ന ജീവൻ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മരിപ്പിക്കേണ്ടത്.
പ്രവൃത്തികളെ നമ്മൾ മരിപ്പിക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു അവർക്ക് ജീവൻ ഉണ്ടാകാനും പിന്നെ അടുത്ത വാക്യം സമൃദ്ധിയായിട്ടുണ്ടാകാനും മാത്രമേ ഞാൻ വന്നിരിക്കുന്നു. ഇവിടെ പൗലോസ് പറയാം ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും നിശ്ചയം. അപ്പോൾ സമൃദ്ധിയാകുന്ന ജീവൻ, സമൃദ്ധിയാകുന്ന ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഞാൻ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലൊക്കെ, നിങ്ങൾക്ക് അത് ഫസ്റ്റ് ഹാൻഡ് അറിയാവുന്ന കാര്യം, ഹോസ്പിറ്റലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുള്ളത് നാട്ടിലും കണ്ടിട്ടുണ്ട്. ഇവിടെ 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 ഞാൻ ഇതുവരെ കണ്ടില്ല, എന്നാൽ നാട്ടിൽ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം. ചില വാർഡുകളിൽ ചെല്ലുമ്പോൾ അവിടെ വർഷങ്ങളായിട്ട് ബെഡ്രിഡനായിട്ടുള്ളവരെ കണ്ടിട്ടുണ്ട്. ചിലരെ കണ്ടിട്ടുണ്ട് മാക്സിമം അവർ ചെയ്യുന്നത് കണ്ണു തുറന്നു, സംസാരമില്ല, കൈക്കോ കാലിനോ ചലനശേഷിയും. അവർ ജീവിച്ചിരിക്കാമോ മരിച്ചിരിക്കാം? ജീവനുണ്ടോ ഇല്ലയോ? ഉണ്ടോ? ജീവനുണ്ട്. പക്ഷെ ഏത് ജീവനില്ല? സമൃദ്ധിയാകുന്ന ജീവനില്ല. യേശു പറഞ്ഞത് അവർക്ക് ജീവൻ ഉണ്ടാകാൻ മാത്രമല്ല ഞാൻ വന്നത്, സമൃദ്ധിയാകുന്ന ജീവൻ, അബണ്ടന്റ്. നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കും. കഥാവായിട്ടുള്ള ഊഷ്മളമാകുന്ന, സജീവമാകുന്ന, മാധുര്യമുള്ള, സമത്വമാകുന്ന, സന്തോഷമുള്ള ഒരാത്മീയ ജീവിതമാണോ നമ്മുടേത്? അതോ പലപ്പോഴും അല്പം ജീവനും സർദീസിലെ സഭയിൽ ജീവനുണ്ട് എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ എന്താകും? മരിച്ചവനാണ്. ആകെയാൽ ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, ലോകം പറയുന്ന ജീവനെന്ന് പറയുന്നത് മരണമാണ്. ലോകം നമ്മളോട് പറയും നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാമെന്ന് പറയും. നോ, അത് ജീവനല്ല, അത് മരണമാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നീ ജീവിക്കും നിശ്ചയം. പലപ്പോഴും നമ്മുടെ അനുഭവം എന്താ? നമ്മൾ ഹാഫ് ഡെഡ്. കാരണം എന്താ? We give into our sinful nature. എന്നാൽ if that അത് long enough ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന് അറിയുമോ? നിത്യമാകുന്ന മരണത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നമ്മൾ ജീവിക്കും നിശ്ചയം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ നിത്യമാകുന്ന, സന്തോഷകരമാകുന്ന, സമൃദ്ധിയാകുന്ന ഒരു ജീവിതം. എനിക്കറിയാം ഇവിടെ ചുരുക്കം പേരായിട്ടാണ് കടന്നു വന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ആ അളവ് നമുക്ക് പരിശോധിച്ചു നമ്മൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നമ്മുടെ ഹൃദയത്തില് ആ രക്ഷയുടെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ആ സന്തോഷം, ആ സമർത്ഥമാകുന്ന ജീവിതം. രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടത് എപ്പോഴാണെന്ന് 51 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്റെ രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തിരികെ തരണമേ. എന്താ സംഭവിച്ചത്? സന്തോഷം പോയി, അല്പം ജീവനുണ്ട്, മരിച്ചിട്ടൊന്നുമില്ല. പ്രിയമുള്ളവരെ, ആത്മാവിനാൽ ജഡത്തിന്റെ ശരീരത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ മരിപ്പിച്ച സന്തോഷകരമാകുന്ന കഥാവുമായിട്ടുള്ള ഊഷ്മളമാകുന്ന ബന്ധമുള്ള അത് പലപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലേ? എന്നാ ഇപ്പൊ നമ്മൾ ചോദിക്കുന്നുണ്ട് എന്ത് എപ്പോഴേ അനുഭവം, എപ്പോഴേ സന്തോഷം എന്തി, ആ ആത്മസന്തോഷം എന്തി? നമ്മൾ നമ്മളെ തന്നെ ചോദിക്കാറുണ്ട്. അതിന്റെ കാരണം ഇതാ പ്രിയരെ, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ നാവ്, നമ്മുടെ ചെവി, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കൈകൾ, നമ്മുടെ കാലുകൾ, അതിന്റെ പ്രവൃത്തികൾ ന്യൂട്രലാ പലപ്പോഴും. എന്നാൽ അതിനെ നമ്മുടെ ജഡസ്വഭാവത്തിന് നമ്മൾ കീഴ്പ്പെടുത്തുന്നത് കൊണ്ടാണ് വാസ്തവത്തിലുള്ള ജീവൻ നമുക്ക് അനുഭവിക്കാൻ
എന്നാൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആത്മനിറവിൽ സന്തോഷകരമാകുന്ന സമൃദ്ധിയാകുന്ന ഒരു ജീവൻ. അടുത്ത ആഴ്ചയിൽ നമ്മൾ തുടർന്നത് ചിന്തിക്കും. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ നമ്മിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം പകർന്നു. എന്തിന്? നമ്മെ ജയകരമായി നടത്താൻ. ഹല്ലേലൂയ. നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തന്റെ പുത്രനെ പാപ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. മാത്രമല്ല അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയും തന്നെങ്കിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ജയകരമാകുന്ന വേർപെട്ട ഒരു ജീവിതം. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവസന്നിധാനത്തിൽ അടയ്ക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുവെങ്കിൽ, സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, എന്റെ പൊന്നു കർത്താവേ, അവിടുത്തെ കൃപയാൽ ജയകരമായിട്ട് ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിച്ച് വാസ്തവത്തിൽ ജീവിക്കാൻ എനിക്ക് കൃപ തരണം. ആ ജീവിതം എത്ര സന്തോഷകരമാണ്. കർത്താവിന്റെ കൂടെയുള്ള ആ വാസം അനന്തമാണ്. പലപ്പോഴും എനിക്കത് നഷ്ടമായി. കർത്താവേ, എന്റെ കുറവുകളാണ്, എന്റെ പാപങ്ങളാണ്, അവർ നിന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം.